ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഭാരതത്തിലെ ഇതിഹാസങ്ങളിലൊന്നായ രാമായണത്തിൽ തങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ കൊണ്ടും വിശിഷ്ട ഗുണങ്ങൾ കൊണ്ടും ശ്രദ്ധേയരായിത്തീർന്ന നിരവധി സ്ത്രീ കഥാപാത്രങ്ങളെ കാണുവാൻ സാധിക്കും. തന്റെ സത്യസന്ധത കൊണ്ടും സൗന്ദര്യം കൊണ്ടും കാഴ്ചപ്പാടിലെ തെളിമ കൊണ്ടും ഇങ്ങനെ ശ്രദ്ധേയയായിത്തീർന്ന ഒരു സ്ത്രീരത്നത്തെക്കുറിച്ചാണ് ഇന്നത്തെ സ്റ്റോറി പോർട്ട്. മറ്റാരുമല്ല, രാവണന്റെ പത്നി മണ്ഡോദരി. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്റ്റോറി പോർട്ടിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം ജെറിൻ ബൈജു. അസുര രാജാവായ മായാസുരന്റെയും അദ്ദേഹത്തിന്റെ പത്നി അപ്സരസായ ഹേമയുടെയും വളർത്തു മകളാണ് മണ്ഡോദരി. മണ്ഡോദരിയുടെ ജനനത്തെക്കുറിച്ച് നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട്. ഒഡിയ ഭാഷയിൽ എഴുതപ്പെട്ട ധർമ്മപുരാണത്തിൽ മണ്ഡോദരിയുടെ ജനനത്തെക്കുറിച്ച് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. ഒരിടത്ത് മണ്ഡർ എന്നും ഉദർ എന്നും പേരുള്ള രണ്ട് സന്യാസിമാർ ഉണ്ടായിരുന്നു. പശുവിന്റെ പാൽ വിറ്റാണ് അവർ ഉപജീവനം നടത്തിയിരുന്നത്. പശുവിന്റെ പാലിൽ നിന്ന് തനിക്ക് ലഭിക്കേണ്ടുന്ന വിഹിതം ലഭിക്കാതെ വന്നതിൽ കുപിതയായ ഭൂമിദേവി തന്റെ മകനായ മണിനാഗത്തിനോട് പാലിൽ വിഷം ചേർക്കുവാൻ ആവശ്യപ്പെട്ടു. മണിനാഗം പാലിൽ വിഷം ചേർക്കുന്നത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ഒരു പെൺതവള കാണുവാനിടയായി. വിഷം ചേർത്ത പാലാണ് കുടിക്കാൻ പോകുന്നതെന്നറിയാതെ പാൽപാത്രം ഉയർത്തിയപ്പോൾ പാൽപാത്രത്തിലേക്ക് ഈ പെൺതവള ചാടിക്കയറി. പാൽപാത്രം മറിഞ്ഞ് പാൽ മുഴുവൻ താഴെ പോയി. ക്ഷുഭിതരായ മണ്ഡറും ഉദറും ഈ പെൺതവളയെ ശപിച്ചു, ഒരു യുവതിയായി തീരട്ടെ. വേങ്കാവതി എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഈ പെൺകുട്ടി മണ്ഡറിന്റെയും ഉദറിന്റെയും ഒപ്പം അവരുടെ ആശ്രമത്തിൽ തന്നെയാണ് താമസിച്ചു പോന്നത്. അതീവ സുന്ദരിയായിരുന്ന വേങ്കാവതി വാനര രാജാവായ ബാലിയുടെ പ്രണയിനിയായിരുന്നു. ആയിടയ്ക്കാണ് വേങ്കാവതിയെ രാവണൻ കാണുന്നതും അവളിൽ ആകൃഷ്ടനാകുന്നതും. വേങ്കാവതിയെ വിവാഹം കഴിക്കണമെന്ന് രാവണൻ ആഗ്രഹിച്ചു. എന്നാൽ വേങ്കാവതി സമ്മതിച്ചില്ല. ഇതിനെ തുടർന്ന് വാനര രാജാവായ ബാലിയുടെ വേഷം സ്വീകരിച്ച് രാവണൻ വേങ്കാവതിയുടെ അടുത്തെത്തുകയും വേങ്കാവതിയെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഈ വിവരമറിഞ്ഞ് കോപാകുലനായി തീർന്ന ബാലി രാവണനുമായി യുദ്ധത്തിലേർപ്പെട്ടു. യുദ്ധം മുറുകെ വേങ്കാവതി അതിനകത്ത് എത്തിപ്പെടുകയും രണ്ടുപേരും രണ്ട് വശത്തു നിന്നും വേങ്കാവതിയെ പിടിച്ചു വലിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇതിനെ തുടർന്ന് വേങ്കാവതിയുടെ ശരീരം രണ്ടായി പിളർന്നു. ഇത് കാണുവാനിടയായ യമദേവനും വായുദേവനും വേങ്കാവതിയെ പുനർജീവിപ്പിക്കുകയും മണ്ഡർ ഉദർ എന്നീ സന്യാസിമാരുടെ നാമത്തിൽ നിന്നും മണ്ഡോദരി എന്ന നാമം സ്വീകരിച്ച് വേങ്കാവതിയെ മണ്ഡോദരി എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. മറ്റൊരു കഥ തെലുങ്കു ഭാഷയിൽ എഴുതപ്പെട്ട ഉത്തര രാമായണത്തിൽ നിന്നാണ്. അസുര രാജാവായ മായാസുരനും പത്നി ഹേമയ്ക്കും ആൺമക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മായാവിയും ദുന്ദുബിയും. ഒരു പെൺകുഞ്ഞ് വേണമെന്നുള്ളത് അവരുടെ ദീർഘകാലമായുള്ള ആഗ്രഹമായിരുന്നു. ഇതിനുവേണ്ടി അവർ ശിവഭഗവാനെ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ഏകദേശം ഈ സമയത്തു തന്നെയാണ് ദേവലോകത്തു നിന്നും അപ്സരസായ മധുര ശിവഭഗവാനെ നേരിട്ട് കണ്ട് ആരാധിക്കുന്നതിനായി കൈലാസ പർവ്വതത്തിൽ എത്തിച്ചേരുന്നത്. മധുര എത്തുമ്പോൾ അവിടെ പാർവതി ദേവി ഉണ്ടായിരുന്നില്ല. പാർവതി ദേവി കൈലാസ പർവ്വതത്തിൽ തിരിച്ചു വന്നപ്പോഴാകട്ടെ മധുര ശിവഭഗവാനുമായി അടുത്തിടപഴകുന്നതാണ് കണ്ടത്. ക്ഷുഭിതയായ പാർവതി ദേവി മധുരയെ ശപിച്ചു. ഒരു പെൺ തവളയായി 12 വർഷം ഒരു കിണറ്റിൽ കഴിയുവാൻ ഇടവരട്ടെ. മധുരയുടെ ദുഃഖം കണ്ട് മനമലിഞ്ഞ ശിവഭഗവാൻ മധുരയ്ക്ക് ശാപമോക്ഷം നൽകി. 12 വർഷത്തിനു ശേഷം അതിസുന്ദരിയായ ഒരു യുവതിയായി രൂപാന്തരം പ്രാപിക്കുമെന്നും വീരശൂര പരാക്രമിയായ ഒരു വ്യക്തി അവളെ വിവാഹം കഴിക്കും എന്നുമായിരുന്നു ആ ശാപമോക്ഷം. 12 വർഷത്തിനു ശേഷം മധുര സുന്ദരിയായ യുവതിയായി രൂപാന്തരം പ്രാപിക്കുകയും കിണറിൽ നിന്നുള്ള അവളുടെ നിലവിളി കേട്ട് അവിടെ എത്തിച്ചേർന്ന മായാസുരനും ഹേമയും അവളെ സ്വന്തം പുത്രിയായി മണ്ഡോദരി എന്ന് നാമകരണം ചെയ്ത് സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് മറ്റൊരു കഥ. മണ്ഡോദരി വളരെ സുന്ദരിയും ഭക്തയുമായ സ്ത്രീയായിരുന്നു. മണ്ഡോദരിയെ രാവണൻ കാണുന്നത് മായാസുരന്റെ കൊട്ടാരത്തിൽ വെച്ചാണ്.
മായാസുരൻ രാവണന് മണ്ഡോദരിയെ വിവാഹം കഴിച്ചു നൽകുകയും അവർക്ക് 3 ആൺമക്കൾ ജനിക്കുകയും ചെയ്തു. ഇന്ദ്രജിത്ത്, ആദികേയൻ, അക്ഷയകുമാരൻ എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. രാവണൻ വളരെ അഹങ്കാരിയും സ്ത്രീകളോട് താല്പര്യമുള്ള വ്യക്തിയും ആണെന്ന് മണ്ഡോദരിക്ക് അറിയാമായിരുന്നു. എങ്കിലും രാവണന്റെ വിജ്ഞാനത്തിലും രാവണന്റെ ശക്തിയിലും മണ്ഡോദരി അഭിമാനിക്കുകയും ചെയ്തിരുന്നു. രാവണന്റെ തെറ്റുകളെല്ലാം തന്നെ മണ്ഡോദരി ചൂണ്ടിക്കാണിച്ച് ശരിയുടെ പാതയിലേക്ക് നയിക്കുവാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ പോലും അതിലൊന്നും തന്നെ രാവണൻ വശംവദനായില്ല എന്നുള്ളതായിരുന്നു രാവണന്റെ പരാജയത്തിന്റെ കാരണങ്ങളിൽ ഒന്ന്. സീതയെ മണ്ഡോദരിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരിക്കലും തന്നേക്കാൾ മെച്ചപ്പെട്ട ഒരു വ്യക്തിയായി മണ്ഡോദരി സീതയെ കണ്ടിരുന്നില്ല. മണ്ഡോദരിയെ ഹനുമാൻ കാണാനിടയായപ്പോൾ സീതയായിട്ടാണ് ധരിക്കുന്നത് തന്നെ. സുന്ദരിയായിരുന്നു മണ്ഡോദരി. സീതയ്ക്ക് രാമനോടുള്ള സമർപ്പണം വളരെ അഭിമാനപൂർവ്വം മണ്ഡോദരി പറയുമായിരുന്നു. മാത്രവുമല്ല, സീതയെ ചന്ദ്രദേവന്റെ ഭാര്യയായ രോഹിണിയോടും ഇന്ദ്രന്റെ ഭാര്യയായ ഇന്ദ്രാണിയോടും താരതമ്യപ്പെടുത്തി വളരെ ഉയർന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് മണ്ഡോദരി. സീത ഒരിക്കൽ രാവണന്റെ പ്രണയം നിരസിച്ചപ്പോൾ സീതയെ വാളോങ്ങി കൊല്ലാനായ രാവണനെ തടയുന്നതും മണ്ഡോദരിയാണ്. രാമരാവണ യുദ്ധത്തിന്റെ അവസാന സമയത്ത് തന്റെ പരാജയം ഉറപ്പായപ്പോൾ ഒരു യജ്ഞം നടത്തി വിജയത്തിലേക്ക് എത്തുവാൻ രാവണൻ പരിശ്രമിക്കുന്നുണ്ട്. ആ യജ്ഞം തടസ്സപ്പെടുത്തരുതെന്നും രാവണൻ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേൽക്കരുത് എന്നുമായിരുന്നു ആ യജ്ഞത്തിന്റെ നിബന്ധന. എങ്ങനെയും ഈ യജ്ഞം തടസ്സപ്പെടുത്തുന്നതിനു വേണ്ടി വാനരപ്പട ശ്രമിച്ചു. എങ്കിലും അത് സാധ്യമായില്ല. അങ്ങനെയാണ് ഈ യജ്ഞം തടസ്സപ്പെടുത്തുന്നതിനു വേണ്ടി അംഗദൻ മണ്ഡോദരിയെ മുടിക്ക് കുത്തിപ്പിടിച്ചുകൊണ്ട് വലിച്ചിഴച്ച് യജ്ഞശാലയിലേക്ക് എത്തുന്നത്. ഇത് കണ്ടെങ്കിലും രാവണൻ തന്റെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേൽക്കുവാൻ തയ്യാറായില്ല. മണ്ഡോദരിയാകട്ടെ നിലവിളിച്ചുകൊണ്ട് തന്നെ രക്ഷപ്പെടുത്തുവാൻ രാവണനോട് അപേക്ഷിക്കുകയും സീതയ്ക്ക് വേണ്ടി രാമൻ പൊരുതുന്നത് എങ്ങനെയെന്ന് രാവണനോട് ചോദിക്കുകയും ചെയ്തു. ഇത് രാവണനെ പ്രകോപിതനാക്കുകയും രാവണൻ തന്റെ ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് വാൾ ഉപയോഗിച്ച് അംഗദനെ വെട്ടുകയും ചെയ്തു. അങ്ങനെ യജ്ഞം തടസ്സപ്പെട്ടു. തന്റെ ഉദ്ദേശ്യം നിറവേറിയ ചാരിതാർത്ഥ്യത്തോടുകൂടി അംഗദൻ മടങ്ങുകയും ചെയ്തു. മണ്ഡോദരി സീതയുടെ അമ്മയായോ ജനനത്തിന് കാരണക്കാരിയായോ വ്യക്തിയായോ വാൽമീകി രാമായണത്തിൽ പറയുന്നില്ല. എങ്കിലും ചില കയ്യെഴുത്തു പ്രതികളിൽ ഇങ്ങനെയുള്ള കഥകൾ കാണുവാൻ സാധിക്കും. അദ്ഭുത രാമായണത്തിൽ ഇപ്രകാരത്തിലുള്ള ഒരു കഥയുണ്ട്. രാവണനെ സന്യാസിമാരെ ഭയങ്കര ദേഷ്യമായിരുന്നു. അതിനാൽ തന്നെ കണ്ണിൽ കാണുന്ന സന്യാസിമാരെയെല്ലാം കൊന്നൊടുക്കി അവരുടെ രക്തം ഒരു കൂടത്തിൽ ശേഖരിക്കുകയായിരുന്നു രാവണന്റെ വിനോദം. ഈ രക്തമാകട്ടെ ലോകത്തിലേക്കും കൊടിയ വിഷമായിട്ടാണ് കരുതപ്പെട്ടു പോന്നിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവണൻ ഗൃത്സമതൻ എന്നു പേരുള്ള ഒരു മഹർഷിയുടെ ആശ്രമത്തിലെത്തി. ഗൃത്സമത മഹർഷിയാകട്ടെ തന്റെ മകളായി ലക്ഷ്മി ദേവി പിറക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ദർഭപ്പുല്ലിൽ നിന്നും പാൽ ശേഖരിച്ച് ഒരു കുടത്തിലാക്കി പല വിധത്തിലുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ച് അതിനെ വിശദീകരിച്ചുകൊണ്ട് സൂക്ഷിച്ചു പോന്നിരുന്നു. രാവണനാകട്ടെ പരിഹാസപൂർവം ഈ പാലടങ്ങിയ കുടം പൊക്കിയെടുത്ത് സന്യാസിമാരുടെ രക്തം ശേഖരിച്ചിരുന്ന കുടത്തിലേക്ക് ഒഴിച്ചു. ഈ നീച പ്രവൃത്തി കണ്ട മണ്ഡോദരി വളരെയധികം ദുഃഖിതയായി. ഇത്തരത്തിൽ നീചനായ ഒരു വ്യക്തിയുടെ കൂടെ താമസിക്കേണ്ടതില്ല എന്നുള്ള ഉദ്ദേശത്തോടുകൂടി മണ്ഡോദരി മരിക്കുവാൻ തീരുമാനിച്ചു. ഇതിനായി ഏറ്റവും ഉചിതം ലോകത്തിലേക്കും കൊടിയ വിഷമായ സന്യാസിമാരുടെ രക്തം തന്നെയാണ് എന്നുറപ്പിച്ച മണ്ഡോദരി ആ രക്തം കുടിച്ചു. എന്നാൽ മരണം സംഭവിച്ചില്ല. സംഭവിച്ചത് മറ്റൊന്നാണ്. ആ കുടത്തിലെ രക്തത്തിൽ അടങ്ങിയ ഗൃത്സമത മഹർഷിയുടെ വിശുദ്ധീകരിക്കപ്പെട്ട പാലിന്റെ അംശം മണ്ഡോദരിയുടെ ശരീരത്തിലെത്തുകയും മണ്ഡോദരിയുടെ ഉദരത്തിൽ ലക്ഷ്മി ദേവി അവതരിക്കുകയും ചെയ്തു. പക്ഷേ ഭയചകിതയായ മണ്ഡോദരി ഭ്രൂണത്തെ കുരുക്ഷേത്രത്തിൽ ഉപേക്ഷിച്ചു. ഇവിടെ നിന്നാണ് ജനകന് ഈ ഭ്രൂണം ലഭിക്കുന്നതും പിന്നീട് സീതയായി മാറുന്നതും എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് അദ്ഭുത രാമായണത്തിൽ. ദേവി ഭാഗവത പുരാണ പ്രകാരം മറ്റൊരു കഥയാണ് ഉള്ളത്. അതിൽ മണ്ഡോദരിയുടെ ജാതകത്തിൽ മണ്ഡോദരിക്ക് ജനിക്കുന്ന ആദ്യത്തെ കുഞ്ഞ് ആരാണോ
മണ്ഡോദരിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് ആ വ്യക്തിയുടെ വംശത്തിന്റെ നാശത്തിന് കാരണമായി തീരും എന്ന് എഴുതപ്പെട്ടിരുന്നു. ഈ വിവരം മായാസുരൻ രാവണനെ അറിയിക്കുകയും ചെയ്തിരുന്നു. രാവണനാകട്ടെ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. പിന്നീട് മണ്ഡോദരി ആദ്യത്തെ ശിശുവിന് ജന്മം നൽകിയപ്പോൾ ആ ശിശുവിനെ ഒരു കുട്ടയിലാക്കി ജനകന്റെ നഗരത്തിൽ ഉപേക്ഷിക്കുകയാണ് രാവണൻ ചെയ്തത്. ഈ കുഞ്ഞിനെയാണ് പിന്നീട് ജനകന് ലഭിക്കുന്നത്. ഈ രണ്ടു കഥകളാണ് സീതയുടെ ജനനത്തിന് കാരണക്കാരി മണ്ഡോദരിയാണെന്നും അല്ല സീതയുടെ അമ്മയാണ് മണ്ഡോദരി എന്നും കരുതപ്പെടുവാനുള്ള കാരണം. പഞ്ചകന്യകകളിൽ ഒരാളാണ് മണ്ഡോദരി. അഹല്യ, താര, കുന്തി, ദ്രൗപദി എന്നീ പഞ്ചകന്യകകളിലെ മറ്റുള്ള സ്ത്രീകളെ പോലെ സംഭവബഹുലമോ വർണ്ണശബളമോ ആയിരുന്നില്ല മണ്ഡോദരിയുടെ ജീവിതം. എങ്കിലും രാമായണം ഉള്ളിടത്തോളം കാലം മണ്ഡോദരിയുടെ നാമം എന്നേക്കും നിലനിൽക്കും. തന്റെ തെറ്റുകളിൽ നിന്ന് രാവണനെ തിരുത്തുവാൻ വളരെയധികം മണ്ഡോദരി ശ്രമിച്ചിരുന്നു എങ്കിൽ പോലും അതൊന്നും തന്നെ നടന്നില്ല. എങ്കിൽ പോലും തന്റെ ഉത്തമ കുടുംബിനി എന്നുള്ള കടമ വളരെ ഉചിതമായി തന്നെ മണ്ഡോദരി നിർവഹിച്ചു. എല്ലാത്തിനുമൊപ്പം രാവണന്റെ കൂടെ നിൽക്കുകയും ചെയ്തു. പാപമോക്ഷത്തിനായാണ് പഞ്ചകന്യകകളുടെ നാമം ഉരുവിടുന്നത്. അതിൽ ഒരുവളായി തീരുവാനായിരുന്നു മണ്ഡോദരിയുടെ ഭാഗ്യം. രാജസ്ഥാനിൽ ജോധ്പൂരിൽ നിന്നും 8 കിലോമീറ്റർ അകലെയാണ് മണ്ഡോർ എന്നു പേരുള്ള നഗരം. ഇവിടെയാണ് മണ്ഡോദരി ജനിച്ചത് എന്ന് പറയപ്പെടുന്നു. രാവണനെ ഇവിടെ മരുമകനായിട്ടാണ് ചില തദ്ദേശ ബ്രാഹ്മണർ കരുതുന്നത്. രാവണനെ ആരാധിക്കുന്നതിനായി ഒരു അമ്പലവും ഇവിടെയുണ്ട്. മണ്ഡോദരി എന്ന പേരിന്റെ അർത്ഥം മൃദുലമായ ഉദരത്തോടു കൂടിയവൾ എന്നാണ്. രാവണവധത്തിന് ശേഷം മണ്ഡോദരിയുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് വാൽമീകി രാമായണത്തിൽ ഒന്നും തന്നെ പറയുന്നില്ല. പക്ഷേ രാമായണത്തിലെ ചില കയ്യെഴുത്ത് പ്രതികൾ പ്രകാരം മണ്ഡോദരിയെ രാമന്റെ ഉപദേശപ്രകാരം വിഭീഷണൻ വിവാഹം കഴിച്ചു എന്ന് പറയപ്പെടുന്നു. വിഭീഷണൻ രാവണനിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു. അദ്ദേഹം മണ്ഡോദരിയെ വളരെയധികം സ്നേഹിക്കുകയും മണ്ഡോദരിയുടെ ഉപദേശങ്ങൾക്ക് വില കൽപ്പിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്തു പോന്നു. വളരെ ചെറിയ ഒരു കഥാപാത്രമായിട്ടാണ് മണ്ഡോദരി രാമായണത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്കിൽ പോലും ആ ചെറിയ കഥാപാത്രം തന്നെ വളരെ വലിയ സ്വാധീനമാണ് ആ ഇതിഹാസത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും പുതിയ അറിവുകൾ പകർന്നു നൽകുവാൻ ഈ ഒരു എപ്പിസോഡ് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. Till then, keep smiling, spread smile and stay blessed. This is Jerin Baiju signing off. Bye bye.